അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദു വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നെന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2 ഖുതുബകളിൽ സദഖ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംസാരിച്ചത്. വലിയ തോതിലുള്ള പ്രതികരണങ്ങളാണ് ആ ഖുതുബകളുമായി ബന്ധപ്പെട്ട് അത് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവച്ചപ്പോൾ ലഭിച്ചിട്ടുള്ളത്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, കച്ചവട മൂലധനത്തിൻ്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച നടത്തിയ ഖുതുബയിൽ പരാമർശിച്ച കാര്യങ്ങൾ കേട്ടും അറിഞ്ഞും നേരിൽ ബന്ധപ്പെടുകയും ഇവിടെ വരികയും ഒക്കെ ചെയ്ത ആളുകളിൽ പലരും പറഞ്ഞത്, യഥാർത്ഥത്തിൽ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ്, അതിന് ഇസ്ലാമിൽ പ്രമാണമുണ്ടെന്ന് മനസ്സിലായത് ഇപ്പോഴാണ് എന്നാണ്. ഇത് ഞാൻ ഇവിടെ പറയുന്നത് ഈ പുരോഹിത വർഗത്തിൻ്റെ കണ്ണ് ഇനിയെങ്കിലും തുറക്കണം എന്നുള്ള ആഗ്രഹത്താലാണ്. കച്ചവടത്തിൻ്റെ മൂലധനത്തിന് ആവർത്തിച്ച് എല്ലാ വർഷവും സക്കാത്ത് നൽകിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്ന നീതീകരിക്കാനാവാത്ത നിയമം യഥാർത്ഥത്തിൽ അനുസരിക്കാൻ സാധ്യമല്ലാത്തതാണ്. ആളുകളെ ഒരുതരം കുറ്റബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ നിർബന്ധിക്കുന്നതാണത്. ഇവിടെ വന്ന പലരും അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്നത്തെ ഖുതുബയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സദഖയുടെ അഥവാ സക്കാത്ത് എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഖുർആൻ പറഞ്ഞ സദഖയുടെ അവകാശികളെ സംബന്ധിച്ച് പറയാനാണ്. ഇത് എന്തിനാണ് പറയുന്നത്? അതെല്ലാവർക്കും അറിയാമല്ലോ, ദാരിദ്ര്യമുള്ള ആളുകൾക്കാണ് എന്ന ഒരു ന്യൂനീകരണം ഒരു പക്ഷേ സംശയിച്ചേക്കാം. അത് പറയുന്നത് ഇതിൽ വളരെ വലിയ ഒരു അട്ടിമറി, ഒന്നിൽ കൂടുതൽ അട്ടിമറികൾ പുരോഹിത അധികാരി വർഗം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനാലാണ് ഇത് ഒരു ഖുതുബയിൽ വിഷയമായി അവതരിപ്പിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. സൂറ തൗബയിലെ 60-ാമത്തെ വചനം ആരാണ് സദഖയുടെ അവകാശികൾ എന്ന് നിശ്ചിതമായി ഖണ്ഡിതമായി സംശയത്തിന് അവകാശമില്ലാത്ത വിധം പറയുന്നുണ്ട്. ഞാനിവിടെ വായിച്ച ആയത്ത് അതാണ്. ഇന്നമ സദഖാത്തു, തീർച്ചയായും സദഖ നൽകേണ്ടത് ലിൽ ഫുഖറാഇ, ദരിദ്രർക്കാകുന്നു, വൽ മസാക്കീനി, പരോക്ഷ ദരിദ്രർക്കാകുന്നു, വൽ ആമിലീന അലൈഹ, അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കാകുന്നു, വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, മാനസികമായ വെല്ലുവിളി നേരിടുന്ന ആളുകൾക്കാകുന്നു, വഫിർ റിഖാബി, ഭാരം ചുമക്കുന്നവർക്കാകുന്നു, വൽ ഹാരിമീന, കടം കൊണ്ട് വലഞ്ഞവർക്കാകുന്നു, വഫി സബീലില്ലാഹി, ധർമ്മമാർഗത്തിലാകുന്നു, വബിനി സബീൽ, തെരുവിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാകുന്നു ഈ സദഖ. ഇവരാകുന്നു അവകാശികൾ. ഫരീളത്തും മിനല്ലാഹ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ള നിർബന്ധമായ കൽപ്പനയാണ്. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു സർവജ്ഞനും നിഗൂഢജ്ഞനുമാണ്. ഇതാണ് വചനം. ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യാഖ്യാനം കൂടാതെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്ന വചനമാണിത്. പക്ഷേ എന്നിട്ടും ധാരാളം വക്രീകരണങ്ങൾ ഇതിൽ നടത്തി. നമുക്ക് വചനത്തിലേക്ക് വരാൻ. ഇന്നമ സദഖാത്തു, സദഖ നൽകേണ്ടത്, സദഖയാണ് ഇവിടെ പറയുന്നത്, സദഖയാണ് നിർബന്ധദാനം. സദഖ നൽകേണ്ടത് ലിൽ ഫുഖറായി, ഫഖീറായ ആളുകൾക്കാണ്. ആരാണ് ഫഖീർ? ദരിദ്രരായ ആളുകൾ, ആവശ്യത്തിന് തികയാത്തവർ, തങ്ങളുടെ ആവശ്യം തങ്ങളുടെ വരുമാനം കൊണ്ട് കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത പാവപ്പെട്ടവർ, ഇവരാണ് ഫഖീർ. ഇവിടെ അള്ളാഹു ഫഖീർ എന്നാണ് പറഞ്ഞത്.
മുസ്ലിമായ ഫക്കീർ എന്ന് പറഞ്ഞിട്ടില്ല, ദൈവവിശ്വാസിയായ ഫക്കീർ എന്ന് പറഞ്ഞിട്ടില്ല. യാതൊരു ഉപാധിയുമില്ലാതെ ഫുഖറാ എന്ന നിരുപാധികമായ പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ സക്കാത്ത് സദഖ നൽകേണ്ടത് ഫക്കീറിനാണ്, മുസ്ലിമായ ഫക്കീറിനല്ല. ദൈവവിശ്വാസിയായ ഫക്കീറിന് എന്നല്ല, ഫക്കീറായ മനുഷ്യനാണ് നൽകേണ്ടത്. മത, ജാതി, സമുദായ ഭേദമന്യേ ആരാണോ ഫക്കീർ അവർക്ക് നൽകണം. ഇതൊരു മതവുമായി കൂട്ടിക്കെട്ടി എന്നുള്ളതാണ് ഇതിൽ നടത്തിയ ഒന്നാമത്തെ അട്ടിമറി. നമ്മുടെ മതത്തിൽപ്പെട്ടവർക്ക് കൊടുക്കണം, മതത്തിൽ സക്കാത്ത് മറ്റുള്ളവർക്ക് കൊടുത്തുകൂടാ. ആരാണ് ഈ മറ്റുള്ളവർ? മറ്റുള്ളവരെന്ന പദം പ്രയോഗം എവിടെ നിന്ന് വന്നു? അള്ളാഹു പറഞ്ഞോ? ഖുർആനിൽ എവിടെയെങ്കിലും മിസ്കീനിനെക്കുറിച്ചോ ഫക്കീറിനെക്കുറിച്ചോ യത്തീമിനെക്കുറിച്ചോ പറയുന്ന ഇടങ്ങളിൽ അവരുടെ മെറിറ്റ്, അവരുടെ വിശ്വാസം, അവരുടെ സമുദായം, അവരുടെ ജാതി പറഞ്ഞതായിട്ട് കാണിച്ചു തന്നാൽ ഈ പരിപാടികളൊക്കെ നിർത്തിവെക്കാൻ ഞാൻ തയ്യാറാണ്. ആരെയാണ് നിങ്ങൾ പറ്റിക്കുന്നത്? അള്ളാഹു ഫക്കീറെന്നും മിസ്കീനെന്നും യത്തീമെന്നും ഒക്കെ പറയുമ്പോൾ അത് നിരുപാധികമാണ്. അതൊരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. ആ അവസ്ഥ നിലനിൽക്കുന്ന ആരാണോ അയാളാണ് അതിൻ്റെ അർഹൻ. അയാളുടെ ജാതിയോ മതമോ വിശ്വാസമോ ഒന്നും അള്ളാഹു പരിഗണിച്ചിട്ടില്ല. പിന്നെ എന്തിന് നിങ്ങൾ പരിഗണിക്കണം? എന്തിന് പരിഗണിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യണം? എന്നിട്ട് ചർച്ച സക്കാത്ത് മുസ്ലിം അല്ലാത്തവർക്ക് കൊടുക്കാമോ ഇല്ല, എന്ത് ചർച്ച? അടിസ്ഥാനമില്ലാത്ത ചർച്ചയാണല്ലോ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു അടിസ്ഥാനം അതിലുണ്ടെങ്കിൽ ആ ചർച്ച നമുക്ക് പരിഗണിക്കാമായിരുന്നു. ഒരടിസ്ഥാനവുമില്ലാത്ത വെറും വർഗീയത, സാമുദായികത, മനസ്സിലുള്ള വിഭാഗീയ ചിന്ത ഒന്ന് മാത്രമാണ് അത്തരം ചർച്ചകൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ അള്ളാഹു അത് പറഞ്ഞിട്ടേയില്ല ഫക്കീറിന് കൊടുക്കണം. അവൻ ദൈവവിശ്വാസിയാകണമെന്ന് പോലുമില്ല, ഫക്കീറാണോ കൊടുക്കണം. കാരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യം. മുസ്ലിങ്ങളിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല, മനുഷ്യരിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനം. കാരണം ഖുർആൻ മനുഷ്യർക്കുള്ളതാണ്, ഹുദൽ ലിന്നാസ്. ഇത് മനുഷ്യർക്കുള്ള മാർഗദർശനമാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ സക്കാത്ത് അഥവാ സദഖ നൽകാനുള്ള പണമുണ്ട്, നിങ്ങളുടെ അയൽവാസിയായ ഒരു സഹോദരന് അതിനർഹതയുണ്ട്, അവകാശമുണ്ട് എങ്കിൽ അവൻ്റെ ജാതിയോ മതമോ നോക്കാതെ കൊടുക്കണം. അങ്ങനെ കൊടുക്കാതെ നിങ്ങളുടെ ഈ സദഖയുടെ ഫണ്ട് സംഘടനയ്ക്ക് അയച്ചാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപ്പുറത്തുള്ള ദൂരെയുള്ള ഒരാൾക്ക് കൊടുത്താൽ അത് അള്ളാഹുവിൻ്റെ കിതാബ് പ്രകാരം ശരിയാവില്ല. ആ നിങ്ങളുടെ അയൽവാസിയുടെ പേര് നാരായണൻ എന്നാകാം, വർഗീസ് എന്നാകാം, കുമാരൻ എന്നാകാം, മുഹമ്മദ് എന്നാകാം, അതൊന്നും വിഷയമല്ല. നിങ്ങളുടെ അയൽപ്പക്കത്ത് അർഹരായ ആളുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തതിന് ശേഷമേ മറ്റൊന്നിനെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ പാടുള്ളൂ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം ഫക്കീർ എന്നത് മാത്രമാണ് അള്ളാഹു പറഞ്ഞത്, മറ്റൊന്നില്ല. മതം നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തയായി കടന്നു വരുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഖുർആൻ മനസ്സിലാക്കാത്തവരാണ്. മതത്തിന് അതീതമായിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ ഖുർആൻ കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത്തത് മിസ്കീൻ. ആരാണ് മിസ്കീൻ? പരോക്ഷ ദരിദ്രൻ എന്ന് വെച്ചാൽ കണ്ടാൽ അയാൾ സമ്പന്നനാണെന്ന് തോന്നും, നല്ല ടിപ്പിലാണ് നടത്തം, വളരെ അന്തസ്സോടു കൂടിയ ജീവിതം, പക്ഷേ ഉള്ളിൽ വളരെ പ്രയാസമുള്ള ആളായിരിക്കും, ഞെരുങ്ങിയിട്ടായിരിക്കും ജീവിക്കുന്നത്. മറ്റുള്ളവരെ തൻ്റെ പ്രയാസങ്ങൾ അറിയിക്കാതെ ജീവിക്കുന്ന അനേകായിരങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാകും. പരിശോധിച്ച് നോക്കിയാൽ വാഹനത്തിലാണ് പോക്കും വരവൊക്കെ ഉണ്ടാവുക, കണ്ടാലും പ്രശ്നങ്ങളൊന്നും തോന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ അന്വേഷിക്കണം. ഇത് അന്വേഷിച്ചാലേ കണ്ടെത്തുള്ളൂ. മറ്റേത് ദാരിദ്ര്യം അനുഭവിക്കുന്നവരെന്ന് പറയുന്നത് അന്വേഷിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാകും. അവരുടെ ഹാവഭാവാദികളിലൂടെ, അവരുടെ ജീവിത രീതികളിലൂടെ ഒക്കെ മനസ്സിലാകും. ഇത് അന്വേഷിച്ച് കണ്ടെത്തണം. അപ്പോൾ സദഖ നൽകാൻ ആഗ്രഹിക്കുന്ന, സദഖ നൽകാൻ ബാധ്യതയുള്ള ആളുകൾ വെറുതെ ഇരുന്നാൽ പോരാ, തങ്ങളുടെ ചുറ്റുഭാഗത്തൊന്ന് അന്വേഷിക്കുക കൂടി വേണം. ആരാണ് അർഹരായിട്ടുള്ളത് എന്ന് അന്വേഷിക്കണം. പുറമെ കാണുന്നത് പോലെയല്ല പലരുടെയും ജീവിതം. ഗൾഫിൽ നിന്നൊക്കെ വലിയ ജോലിയൊക്കെ ചെയ്ത് കുറേ കാലം ജോലിയൊക്കെ ചെയ്ത് തിരിച്ച് നാട്ടിൽ വന്നാൽ വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാവില്ല. വീടൊക്കെ ഉണ്ടാക്കി മക്കളെയൊക്കെ കെട്ടിച്ച് പിന്നെ സമ്പാദ്യമൊന്നും ഉണ്ടാവില്ല. പുറത്ത് പറയാനും വയ്യ, രോഗങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ കൂട്ടിമുട്ടിച്ച് പോക്കാം പലപ്പോഴും. അങ്ങനെയുള്ളവരെ കണ്ടെത്തണം, അവർക്ക് കൊടുക്കണം. അതാണ് മിസ്കീൻ. അത് ഖുർആൻ പറയുന്നുണ്ട്. അവരെ കണ്ടാൽ അവരെക്കുറിച്ച് അറിയാത്ത ആളുകൾ വിചാരിക്കും അഗ്നിയ മിന തഅഫുഫ്. അവരുടെ ജീവിത അവസ്ഥകളൊക്കെ കണ്ടാൽ വലിയ ധനികരാണെന്ന് വിചാരിക്കും. എന്നാൽ അവർ ധനികരല്ല, പ്രയാസമുള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് കൊടുക്കണം. ഇവിടെയും മതമോ ജാതിയോ ഒന്നും നോക്കരുത്. അങ്ങനെ നോക്കാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല. ഞാനിത് ആവർത്തിച്ച് പറയുന്നത് അങ്ങനെ ആണ് വേണ്ടത് എന്ന്, അങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് നിരന്തരം പറഞ്ഞ് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് ഇത് അടിച്ച് കയറ്റിയിട്ട് ഇത് ഉറപ്പിച്ചു വച്ചിരിക്കുന്നു. അതൊന്ന് ഇളക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല.
അങ്ങനെ ഒരു നിബന്ധനയില്ല. മതം നോക്കിയിട്ടാണ് സക്കാത്ത് സദക്ക കൊടുക്കേണ്ടതെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സൂചന പോലുമില്ല. എന്നിരിക്കെ ഇത് ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പുരോഹിതന്മാരുടെ വഞ്ചനയിൽ നിന്ന് തിരിച്ചു വരുന്നതിന് വേണ്ടിയാണ് ഞാനിത് ആവർത്തിക്കുന്നത്. മൂന്നാമതാരാണ്? വൽ ആമിലീന അലൈഹ, ഇതിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഉദ്യോഗസ്ഥനെ നിശ്ചയിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സദക്കയ്ക്ക് വേണ്ടി മാത്രമാണ്. പള്ളിയിൽ ഇമാമിനെ നിശ്ചയിക്കണം, എന്നിട്ട് അയാൾക്ക് ശമ്പളം കൊടുക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ നിശ്ചയിക്കാം. അതുപോലെ മാസം കണ്ടാൽ ഉറപ്പിക്കുന്ന ഒരു കാദിയെ നിശ്ചയിച്ചിട്ട് അയാൾക്ക് ശമ്പളം കൊടുക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അതും വേണമെങ്കിൽ ഉറപ്പിക്കാം, നിശ്ചയിക്കാം. പക്ഷെ ഖുർആൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? നാട്ടിൽ നിന്നുള്ള ആളുകളുടെ സദക്കയുടെ കണക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ല അത്യാവശ്യം കണക്കൊക്കെ അറിയാവുന്ന ഒരു അക്കൗണ്ടൻറ്റിനെ നിശ്ചയിക്കണം. എന്തിന്? എല്ലാവർക്കും ഈ കണക്കൊന്നും കൂട്ടാൻ അറിയില്ലല്ലോ. അപ്പോൾ എത്രയാണ് ഞങ്ങളുടെ സദക്ക, എത്രയാണ് ഞങ്ങളുടെ സക്കാത്ത് എന്ന് പോയി മനസ്സിലാക്കാനും അങ്ങോട്ട് പോയി പറഞ്ഞു കൊടുക്കാനും കഴിയുന്ന ഒരു ഫുൾ ടൈം വർക്കറെ, ഒരു ഫുൾ ടൈം ഉദ്യോഗസ്ഥനെ ഇതിനു വേണ്ടി നിശ്ചയിക്കണം. അത് ആര് നിശ്ചയിക്കണം? ഇപ്പം നമ്മുടെ മഹല്ല് നിശ്ചയിക്കണം. ഇത് ശേഖരിച്ച് കൊണ്ടുവരാൻ കൂട്ടിവെക്കാനൊന്നുമല്ല. ഈ സദക്കയെയും സക്കാത്തിനെയും ജനങ്ങൾക്ക് എളുപ്പമാക്കി കൊടുക്കുന്നതിന് വേണ്ടി. എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 10,000 തേങ്ങയുണ്ട്, ഈ വിളവെടുപ്പിന് എത്രയാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ കൂലി ഇത്രയാണ്, അതിൻ്റെ ചിലവ് ഇത്രയാണ് കൊടുക്കേണ്ടത്, അത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരാളെ നിശ്ചയിക്കണം. അത് എപ്പോഴും ഉണ്ടായിരിക്കണം. അയാളുടെ വേതനം ഈ ഫണ്ടിൽ നിന്ന് കൊടുക്കാം. ഇതാണ് ഖുർആൻ പറയുന്നത്. ഇതൊരു വ്യവസ്ഥാപിതമായ രീതിയായിരിക്കണം. അപ്പോഴാണ് ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇത് ശേഖരിച്ച് കൊടുക്കണ്ടേന്ന്. ശേഖരിച്ച് കൊടുക്കണം, പക്ഷെ സംഘടനകളല്ല ശേഖരിക്കേണ്ടത്. അത് ശേഖരിക്കേണ്ടത് മഹല്ലാണ് ശേഖരിക്കേണ്ടത്, പ്രദേശത്ത്. അല്ലാതെ ഇത് സംഘടനയ്ക്ക് അയച്ചിട്ട് സംഘടനയുടെ ഫുൾ ടൈം പ്രവർത്തകർക്ക് കൊടുത്തിട്ട് സംഘടന വലുതാക്കാനല്ല. മഹല്ല് ചെയ്യണം. മഹല്ല് ചെയ്യുന്നില്ലെങ്കിൽ സ്വന്തം കൊടുക്കണം. സംഘടനകൾക്ക് സക്കാത്തും സദക്കയും കൊടുത്താൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അത് വീടുകയില്ല. നിങ്ങൾ സദക്ക നൽകാത്തവരായിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. ഒരു സംശയം അക്കാര്യത്തിലില്ല. നാലാമതാരാണ്? വൽ മുഅല്ലഫത്തി ഖുലൂബുഹും. ഇതിവിടെയാണ് ഏറ്റവും വലിയ അട്ടിമറി. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, മനഃചാഞ്ചല്യമുള്ളവർ. ഇതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. എന്നിട്ട് ഇതിനെന്ത് പറഞ്ഞു? മതം മാറാൻ വേണ്ടി ആടിക്കളിച്ച് നിൽക്കുന്ന ആളുകൾ, അവരെ മതം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കാം, സദക്ക നൽകാം, പണം കൊടുത്തിട്ട് മതം മാറ്റാമെന്ന് പറയുന്നതിനേക്കാൾ വലിയ ആശയ ദാരിദ്ര്യമുണ്ടോ ഈ ലോകത്ത് വേറെ എന്തിനെങ്കിലും? എന്തിനെക്കുറിച്ചാണ് ഈ കൂട്ടർ പറയുന്നത്? മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് പറഞ്ഞാൽ മനസ്സ് ഇണങ്ങിയിട്ട് ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, അവർക്ക് പണം കൊടുക്കാമെന്ന്. പണം കൊടുത്തിട്ട് മതം മാറ്റിയാൽ ആ മതം മാറലിന് എന്ത് അർത്ഥമാണുള്ളത്? ഏത് തരം ആദർശപരമായ മാറ്റമാണ് ഉണ്ടാകുന്നത്? മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ മനഃചാഞ്ചല്യം അനുഭവിക്കുന്ന, മാനസികമായി വെല്ലുവിളി നേരിടുന്ന ആളുകളാണ്. നമ്മൾ കാണുന്നില്ലേ, ഈ മുഷിഞ്ഞ വേഷവും ധരിച്ച് അങ്ങാടിയിലൂടെ വെയിലത്തും മഴയത്തും നടന്ന് പിച്ചും പേയും പറഞ്ഞ് നമ്മളെപ്പോലുള്ള മനുഷ്യരല്ലേ അവരെ പരിഗണിക്കാനാണ് അള്ളാഹു തആല നീക്കി വെച്ചത്. എന്നിട്ടിത് മതം മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. മനഃചാഞ്ചല്യമുള്ള മാനസികമായ വെല്ലുവിളി നേരിടുന്ന 10,000-കണക്കിന് മനുഷ്യർ എക്കാലവും മനുഷ്യൻ്റെ പ്രശ്നമാണ്. വീടുകളിൽ നിന്ന് അവർ ആട്ടി ഓടിക്കപ്പെടും. കാരണം മാനസിക രോഗിയായ ഒരാൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് കല്യാണം വരില്ല, മറ്റുള്ളവർ അത് ബുദ്ധിമുട്ടാണ്. മറ്റേത് രോഗവും പോലെയല്ല, മനപ്രയാസമുള്ള ആളുകൾ ഭാരമായിട്ടാണ് സമൂഹം പരിഗണിക്കുന്നത്. അറിവില്ലായ്മ കൊണ്ടാകാം. അവരെ സൊസൈറ്റി ഏറ്റെടുക്കണം. അതിനുവേണ്ടി സദഖയുടെ ഫണ്ട് നീക്കി വെക്കണം. അവരെ പുനരധിവസിപ്പിക്കണം. അവർക്ക് മതിയായ ചികിത്സ നൽകണം. അവരെ വൃത്തിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. അതിനുവേണ്ടിയാണ് സദഖയുടെ ഫണ്ട് നീക്കി വെക്കേണ്ടത്. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും. അല്ലാതെ മതം മാറ്റാൻ വേണ്ടിയല്ല അല്ലാഹു തആല പറഞ്ഞത്. മാത്രമല്ല നൈലുൽ ഔത്താറിൽ എഴുതിയെടുത്ത് കാണാം. നൈലുൽ ഔത്താർ വായിച്ചു നോക്കണം. നൈലുൽ ഔത്താറിൽ എഴുതിയത് കാണാം, മുസ്ലിമും അമുസ്ലിമുമായ മുഅല്ലഫത്തുൽ ഖുലൂബ്. മതം മാറ്റാനാണെങ്കിൽ എങ്ങനെയാണ് മുസ്ലിമായ മുഅല്ലഫത്തുൽ ഖുലൂബ് ഉണ്ടാവുക? അതിനും ന്യായീകരണം ഉണ്ടാകാം. ഇത് ഒരു സംഘടനയിൽ നിന്ന് മറ്റൊരു സംഘടനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഫണ്ട് കൊടുക്കാം. അങ്ങനെയാണല്ലോ. മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് ആണ് മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത്. അവർക്ക് സദഖയുടെ ഫണ്ട് നീക്കി വെക്കണം. പിന്നെ അഞ്ചാമത്തത് വഫിർ റിഖാബി, ഭാരം ചുമക്കുന്നവർ. ഏത് തരത്തിലുള്ള ഭാരം ചുമക്കുന്നവർ? ഇത് അടിമമോചനം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അതല്ല, അടിമത്തമുള്ള കാലങ്ങളിൽ അടിമമോചനം ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. പണം കൊടുത്തിട്ട് മോചിപ്പിക്കണം. ഇന്നത്തെ കാലത്ത് അത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഭാരം ചുമക്കുന്ന ആളുകൾ
വരുമാനമൊക്കെ ഉണ്ട്, അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള വരുമാനമൊക്കെ ഉണ്ട്. പക്ഷെ മക്കളെ പഠിപ്പിക്കാൻ, മക്കൾക്ക് പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, കഴിവുകൊണ്ട് മിടുക്കരാണ്, മക്കളെ പഠിപ്പിക്കാൻ വഴിയില്ല. അവർ ഈ ഫക്കീറല്ല, അവർ മിസ്കീനുമല്ല, അവർ കടക്കാരുമല്ല, പിന്നെ അവരാരാ? അവർ ഭാരം ചുമക്കുന്നവരാണ്. ഈ കുട്ടികളെ പഠിപ്പിക്കാൻ എന്ത് ചെയ്യണം? സദഖയുടെ ഫണ്ട് കൊടുക്കണം. അത് മുസ്ലിമാണോ മറ്റുള്ളവരാണോ എന്ന് നോക്കരുത്. പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട്, പഠിക്കാൻ മിടുക്കരുമാണ് എങ്കിൽ ആ കുട്ടികളെ പഠിപ്പിക്കാൻ, അവർ ഭാരം ചുമക്കുന്നവരാണ്, അതിന് കൊടുക്കണം. അതുപോലെ പിന്നെ ചികിത്സ, അങ്ങനെയുള്ള അനിവാര്യമായ ചികിത്സ അതിന് കൊടുക്കണം. ഇത്തരത്തിൽ ഭാരം ചുമക്കുന്നവർക്ക്, പിന്നെ ജയിലിൽ കിടക്കുന്നവർ, ഇപ്പോൾ വിദേശങ്ങളിലൊക്കെ കാണാം, വാഹനം ഓടിക്കുമ്പോൾ അപകടം സംഭവിച്ച് ആൾ മരിച്ചു പോവുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്തു, വലിയ പഴസംഖ്യയാണ് വന്നത്, കൊടുക്കാൻ വഴിയില്ല, ജയിലിൽ കിടക്കുകയാണ്. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു അശ്രദ്ധ. അത് ഒരുപക്ഷെ അപകടത്തിൽ പറ്റിയാളുടെ അശ്രദ്ധയാകാം, അല്ലെങ്കിൽ ഇയാളുടെ തന്നെ അശ്രദ്ധയാകാം, ഉറങ്ങിപ്പോയതാകാം. കാലാകാലം ജയിലിൽ കിടക്കാനാ വിധി. അങ്ങനെയുള്ളവരെ മോചിപ്പിക്കാൻ അവർ ഭാരം ചുമക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ മോചിപ്പിക്കാനും സദഖയുടെ ഈ പണം ഉപയോഗിക്കാം. വഫിൽ ഇഖാബി, പിന്നെയോ വൽ ഗാരിബീന, കടം കൊണ്ട് വലഞ്ഞവർ. ഇവിടെയൊന്നും മതമില്ല കേട്ടോ, ഇവിടെയൊന്നും അല്ലാഹു തആല മതം പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം ഇത് കേൾക്കാൻ. മതമില്ല. കടം കൊണ്ട് വലഞ്ഞവർ, അതാരാണെങ്കിലും ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. കടം ഏത് വിധത്തിലുണ്ടാകുന്നു? പല വിധത്തിലുണ്ടാകാം കടം. കടമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ അസ്വസ്ഥതയാണ്, അപമാനമാണ്. കടം വാങ്ങാതിരിക്കാൻ മനുഷ്യർ ശ്രദ്ധിക്കണം. പക്ഷേ നിത്യജീവിതത്തിൽ പലപ്പോഴും അത് ആവശ്യമായി വരും. അത് വിചാരിച്ചതുപോലെ കൊടുത്തു വിട്ടാൻ കഴിയില്ല. അപ്പോൾ അത് അപമാനമാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾക്കും ഈ സദഖയുടെ ഫണ്ടിൽ നിന്ന് കൊടുക്കണം. പിന്നെയോ വഫീ സബീലില്ല, ഇവിടെയാണ് മറ്റൊരു അട്ടിമറി. വഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ഇതിലാണ് എല്ലാം ഉൾപ്പെടുത്തുന്നത്. അള്ളാഹിൻ്റെ മാർഗത്തിൽ. നമ്മുടെ യതീംഖാനക്ക്, പള്ളിക്ക്, മദ്രസക്ക് നോട്ടീസ് അടിക്കാൻ, സമ്മേളനം നടത്താൻ, പുസ്തകങ്ങൾ ഇറക്കാൻ, എല്ലാറ്റിനും എന്താണ്? സദഖയുടെ ഫണ്ട് വേണം. ഇതൊക്കെ അള്ളാഹിൻ്റെ മാർഗത്തിലല്ലേ? എല്ലാം കൊണ്ടുവരാം. അള്ളാഹുവിൻ്റെ മാർഗത്തിലെന്ന് പറയുന്നത് ഈ മേൽ പറഞ്ഞതിനോട് ചേരുന്നതായിരിക്കണം. ഖുർആനിനെ വായിക്കാൻ മനസ്സിലാക്കണം. ആദ്യം ഖുർആനെ വായിക്കാൻ അറിയണം. മേൽ പറഞ്ഞ കാര്യങ്ങളോട് ചേരുന്നതാണ് ഇവിടെ വഫീ സബീലില്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മേൽ പറഞ്ഞതൊക്കെ? ദരിദ്രർ പറഞ്ഞു, പരോക്ഷരായ ദരിദ്രർ പറഞ്ഞു, കടക്കാർ പറഞ്ഞു, ഒക്കെ പറഞ്ഞു. ഇതിൽ പെടാത്ത കുറേ ടീമുണ്ടല്ലോ. അതാരാണ്? വിധവകളുണ്ട്, പിന്നെ അനാഥരുണ്ട്, അതുപോലെ പല ജീവിത സാഹചര്യങ്ങളാൽ മോശമായ അവസ്ഥകളിലേക്ക് തള്ളിവിടപ്പെട്ടവരുണ്ട്, വേശ്യാവൃത്തിക്ക് നിർബന്ധിതരായവർ, ചുവന്ന തെരുവുകളിൽ എത്തപ്പെട്ടവർ, ഭിന്നലിംഗ വിഭാഗക്കാരായതുകൊണ്ട് പല വിധത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നവർ, ഇവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളവരുടെയൊക്കെ പുനരധിവാസത്തിന് വേണ്ടിയാണ് ഇവിടെ വഫീ സബീലില്ല പറയുന്നത്. അല്ലാതെ നോട്ടീസ് അടിക്കാൻ, സമ്മേളനം നടത്താൻ, സംഘടനകൾക്ക് വേണ്ടിയല്ല. എന്താണോ ഖുർആൻ പറഞ്ഞു വരുന്നത് അതിനോടനുബന്ധിച്ചാണ് പറയുന്നത്. അല്ലാതെ സംഘടന വലുതാക്കാനും അതിൻ്റെ പിന്നെ പ്രവർത്തന ഫണ്ട് വിപുലീകരിക്കാനോ അല്ല. ഇതിനു വേണ്ടി ചെലവഴിക്കാം. പിന്നെ അവസാനം പറയുന്നു വബിനി സബീൽ, തെരുവിൻ്റെ മക്കൾ, വീടില്ലാത്ത, കുടിയില്ലാത്ത, വിലാസമില്ലാത്ത ധാരാളം ആളുകളുടെ നമ്മുടെ ലോകത്ത്. അത് സംഘടിതരായ അഭയാർത്ഥികൾ മാത്രമല്ല. ഇപ്പോൾ ഫലസ്തീനിൽ, അതുപോലെ സിറിയയിൽ, യമനിൽ, ബർമ്മയിൽ, ഇങ്ങനെ പല നാടുകളിൽ നിന്നും അഭയാർത്ഥികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഘടിതരായ അഭയാർത്ഥികൾ. അവർ ഇബ്നു സബീലാണ്. അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി, അവർക്ക് ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി, അങ്ങനെ ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. മക്കയിൽ നിന്ന് മുഹമ്മദ് നബിയും അനുയായികളും മക്ക വിട്ട് പോയപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തത് കൊണ്ടാണ് ഇന്ന് ഇസ്ലാമും മുസ്ലിങ്ങളും ഖുത്ബയും ജുമുഅയും വെള്ളിയാഴ്ചയും പള്ളിയും നിസ്കാരമൊക്കെ ഉള്ളത്. അത് മറന്നുപോകരുത്. നമ്മളെല്ലാ വാതിലുകളും കൊട്ടിയടച്ചിട്ട് അഭയാർത്ഥികൾ ഏതോ വഴിക്ക് പോകട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണിപ്പോൾ. അഭയാർത്ഥികൾക്ക് അഭയം നൽകാൻ സന്നദ്ധരാകുന്നവൻ്റെ പേരാണ് വിശ്വാസി. അവരെക്കുറിച്ചാണ് ഖുർആൻ അൻസാർ എന്ന് പറഞ്ഞത്. ഇവിടെ ഇബ്നു സബീൽ എന്ന് പറയുന്നത് തെരുവിൻ്റെ മക്കൾ, അഭയാർത്ഥികൾ ഒന്നാമത്. എന്നാൽ സംഘടിതരായ അഭയാർത്ഥികൾ മാത്രമല്ല, അതൊന്നും ഇല്ലാതെയുണ്ട് നമ്മുടെ നാട്ടിൽ. ചേരി നിവാസികൾ ഒരു ദിവസം പെട്ടെന്നൊരു നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി ചേരി അങ്ങ് പൊളിച്ചു, വീടില്ലാതായി, അങ്ങനെ തെരുവിലേക്ക് എടുത്തെറിയപ്പെടുന്ന 10,000-ങ്ങളുണ്ട്. നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി തെരുവിലേക്ക് എടുത്തെറിയപ്പെടുന്നവർ, പലവിധ പദ്ധതികളുടെ ഭാഗമായി തെരുവിലേക്ക് എടുത്തെറിയപ്പെടുന്നവർ അങ്ങനെയുണ്ട്.
അവരെയൊക്കെ വീടും നാടുമില്ലാത്ത അലഞ്ഞു തിരിയുന്ന ആളുകൾക്ക് അവർക്ക് ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാൻ, അവർക്ക് പാർക്കാൻ ഒരിടം, അവർക്ക് ജീവിക്കാൻ ഒരു അന്തരീക്ഷം അതൊരുക്കി കൊടുക്കാൻ ഇബ്നു സബീൽ. എന്നിട്ട് അള്ളാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഫരീദത്തും മിനല്ലാഹ്. ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഫർളാണ്. അള്ളാഹു ഫർളാണെന്ന് പറഞ്ഞ വളരെ വളരെ അപൂർവമായ ഒരു കാര്യമാണ് ഇക്കാര്യം. അള്ളാഹു തആല അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പ്രയോഗം നടത്തിയില്ല. ഇത് മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. ഫരീദത്തും മിനല്ലാഹ്, ഇത് അള്ളാഹു നിങ്ങൾക്ക് ഫർളാക്കിയ നിയമമാണ്. ഈ 8 വിഭാഗം ആളുകൾക്ക് കൊടുക്കണം എന്നുള്ളത്, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്, അവർക്ക് നിങ്ങൾ ജീവിക്കുന്നത് പോലുള്ള ഒരു ജീവിതാവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്ക് മേൽ നിയമമാക്കിയ ഫർളാണ് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. പള്ളിയുടെ മിനാരം പൊന്തിക്കുക, പള്ളിക്ക് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക, ഇതല്ലേ മദ്രസക്ക് വലിയ കെട്ടിടം. എന്തിന്? 2 മണിക്കൂർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കോടികളുടെ കെട്ടിടം ഉണ്ടാക്കിയിട്ട് 22 മണിക്കൂർ പൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നത് നമ്മളല്ലാതെ മറ്റാരാ? പള്ളി പഠിപ്പിച്ചൂടെ? നിങ്ങളുടെ കോടികൾ ചിലവഴിച്ചിട്ട് പള്ളി ഉണ്ടാക്കി 3-4 നില ബിൽഡിങ്, എന്നിട്ട് അതിനിപ്പുറത്ത് വേറെ 2 മണിക്കൂർ നേരത്തേക്ക് കോടികളുടെ മദ്രസ ഉണ്ടാക്കണോ? ഈ പള്ളിയിൽ കയറിയിട്ട് കുട്ടികൾക്ക് ഇരുന്ന് പഠിച്ചാൽ എന്താ പള്ളി പൊളിഞ്ഞു പോവുമോ? ആർക്ക് വേണ്ടിയാണ് ഈ മദ്രസ ഉണ്ടാക്കുന്നത്? എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? ഈ പള്ളി പോരെ അതിന്? പള്ളി പെൺകുട്ടികൾക്ക് കയറാൻ പറ്റില്ലല്ലോ അല്ലേ? ഇനിയെങ്കിലും ഉണരണം സമൂഹമേ, ഇനിയെങ്കിലും ഉണരണം. അനാവശ്യമായി കോടികൾ ചെലവഴിച്ച്, ട്രില്യൺ കണക്കിന് മുതൽ ചെലവഴിച്ച് ഒരു ഉപകാരവുമില്ലാതെ വെറുതെ നിർജീവമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കി പൊളിക്കുകയും പണിയുകയും ചെയ്യുന്ന വെറും സിമൻ്റ് സമുദായമായി സമുദായം മാറിപ്പോകുന്നു. സിമൻ്റ് സമുദായം. കല്ലും മണ്ണും സിമൻറ്റും ഇഷ്ടികയുമല്ലാത്ത ഒരു വികസനത്തെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ? തെരുവിൻ്റെ മക്കളുണ്ട്, ആ മദ്രസ തുറന്നു കൊടുക്ക്, അവർ കയറി കിടക്കട്ടെ, അവർ താമസിക്കട്ടെ. അതാണ് സദഖ. ഇത് അള്ളാഹു ഫർളാക്കിയ കാര്യമാണ്. ഈ ഫർളാക്കിയ കാര്യം മറന്നിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൃത്തികേട് എന്ന് തന്നെ ഞാൻ പറയുന്നു, ഉറപ്പിച്ച് ബോധപൂർവം. ഇതാണ് നമുക്ക് അള്ളാഹു ഫർളാക്കിയ കാര്യം, സമൂഹത്തോടുള്ള ബാധ്യത, അവർക്ക് ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ. ഇതൊന്നും ചെയ്യാതെ വീണ്ടും സിമൻറ്റിലേക്കും കമ്പിയിലേക്കും മാത്രം ശ്രദ്ധ തിരിച്ച് അത് മാത്രം ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തിലൂടെ ഒരു വിപ്ലവവും ഉണ്ടാക്കാൻ കഴിയില്ല. അള്ളാഹു പറഞ്ഞ ഖുർആൻ, ആ ഖുർആൻ നമ്മുടെ പ്രമാണമാണെങ്കിൽ ഈ ഖുർആനിനെ തിരുത്തുന്ന മുല്ലമാരുടെയും പുരോഹിതന്മാരുടെയും സകല ഫത്വകളെയും വലിച്ചെറിഞ്ഞ് ഖുർആനിൻ്റെ ഉയർന്ന വിപ്ലവ ബോധത്തിലേക്ക് എന്നാണോ നമ്മൾ ഉണരുന്നത്, അന്ന് മാത്രമാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കുളിരാസ്വദിക്കാൻ സാധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. وأقول قولي هذا وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وبن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദര സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. ഞാൻ എൻ്റെ ഗുരുനാഥനെ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് KT അബ്ദുറഹീം. 2010 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം സദഖയുമായി ബന്ധപ്പെട്ട് ഒരനുഭവം പങ്കുവച്ചത് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അന്തമാനിൽ പ്രവർത്തിക്കുന്ന കാലം, അന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ, അവിടെ അദ്ദേഹം പോയ സമയത്ത് ദരിദ്രരാണ് പലരും. പഴയകാലത്ത് മലബാറിൽ നിന്നും മറ്റും നാട് കടത്തപ്പെട്ട ആളുകൾ അവിടെ ചെന്ന് അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാളുകൾ 80-കളിൽ 70-കളിലാണിത്. അങ്ങനെ അവിടെ ചെന്ന് അദ്ദേഹം നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ധനികരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സാധാരണക്കാരും ഒരു ബിലോ ആവറേജിൽ ജീവിക്കുന്ന ആളുകളുമാണ്. അദ്ദേഹം ഈ സദഖയെക്കുറിച്ച് അവിടെയുള്ളവരോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ സദഖ കൊടുക്കാൻ അർഹരായ ആളുകൾ നിങ്ങളുടെ സദഖയുടെ ഫണ്ട് കാശ് എന്നെ ഏൽപ്പിക്കണം, എന്നെ ഒരു വക്കീലായിട്ട് ഏൽപ്പിക്കണം. എല്ലാവരും കൊടുക്കുന്നവരാണ്,
പക്ഷേ 10, 15, 5, 10 ആയിട്ട് കൊടുക്കും. അങ്ങനെ ആ വർഷം ഇദ്ദേഹത്തെ അവരേൽപ്പിച്ചു. ആ കാശ് കൊണ്ട് അദ്ദേഹം കുറച്ച് എരുമകളെ വാങ്ങി അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തു. ഒരു വീട്ടുകാർക്ക് അല്ലെങ്കിൽ 2 വീട്ടുകാർക്ക് ഒരുമിച്ചൊക്കെ ആയിട്ട് കൊടുത്തു. അവരാ എരുമകളെ വളർത്തി അതിൻ്റെ പാല് വിറ്റ് ജീവിച്ചു. കേട്ടി പറയുന്നു, പിറ്റേത്തെ വർഷം ഞാൻ വീണ്ടും സദഖയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ അത് തരാൻ വേണ്ടി വന്നവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞ വർഷം എരുമയെ കൊടുത്തവരുമുണ്ടായിരുന്നു. അങ്ങനെ ഏതാനും വർഷങ്ങൾക്കകം തരുന്നവരുടെ എണ്ണം കൂടുകയും വാങ്ങുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്തു. ഇതൊരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു നാട്ടിൽ ഉണ്ടാക്കിയ ഒരു മാറ്റമാണ്. അവിടെ ജാതിയും മതവും അദ്ദേഹം പരിഗണിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ നാടുകളിൽ, മഹല്ലുകളിൽ ഇത് നിങ്ങൾക്കൊക്കെ സാധിക്കുന്ന സംഗതിയാണ്. ആരെയും കാത്തു നിൽക്കണ്ട. നാട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ട് നമുക്കങ്ങ് ചെയ്തേക്കാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട. അതൊന്നും ഒരിക്കലും നടക്കൂല. നിങ്ങൾ ഖബറിലെത്തിയാലും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നിങ്ങളുടെ മനസ്സുള്ള ഒരു 10 ആളെ നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ പണം നിങ്ങൾ ശേഖരിക്കുക. എന്നിട്ട് നിങ്ങളുടെ അയൽപക്കത്തും നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളിൽ ഏറ്റവും അർഹരായ ആളുകളെ ഒരു പരിഗണനയുമില്ലാതെ നിങ്ങൾ നോക്കുക. എന്നിട്ട് അവരുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുക. വർഷങ്ങൾക്കകം മാറ്റങ്ങൾ കാണാൻ പറ്റും. ഇത് അള്ളാഹുവിൻ്റെ ഓഫറാണ്. അല്ലാതെ ഇത് ശിഥിലമായി ഈ മുസ്ലിം സമൂഹത്തിൽ കൊടുക്കുന്നവരുടെ കുറവല്ല, വേണ്ടുന്ന രീതിയിൽ കൊടുക്കാത്തവരുടെ പ്രശ്നമാണ്. കൊടുക്കുന്നവർ ധാരാളമുണ്ട്, ബാധ്യതയേക്കാൾ കൂടുതൽ കൊടുക്കുന്നവരാണ്. പക്ഷേ അത് ശിഥിലമായി പോകുന്നു, ചിതറിപ്പോകുന്നു. അത് ഇങ്ങനെ പലരും സംഘടനകൾക്കും മറ്റുമായിട്ട് വാങ്ങിക്കൊണ്ടു പോകുന്നു. ഇങ്ങനെ ചെയ്യുക. നിങ്ങളുടെ ചുറ്റുഭാഗത്ത്, നിങ്ങളുടെ അയൽപ്പക്കത്ത് ഒരു 5 ആൾക്കാർ, 10 ആൾക്കാർ ഒരു സഹകരണ രീതിയിൽ നിർവഹിക്കുക. സഹകരണ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് വളരേണ്ടത്. എന്നിട്ടത് കൊടുക്കുക. അങ്ങനെ ആ രീതിയിലാകുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.